സാധാരണ മഴയാകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടിപ്പൊതിച്ച് ഉറങ്ങാനും പിന്നെ അതുപോലെ തന്നെ എവിടെ പോകാൻ ഇറങ്ങുമ്പോൾ വിചാരിക്കാൻ മതി പോകണ്ട ഇവിടെ തന്നെ ഇരിക്കാൻ വിചാരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് നമ്മൾ കാലത്ത് മുതൽ ഇങ്ങനെ നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് മഴ പോയാൽ മതി എന്ന് അതിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 10:30 മണി ആയപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ എവിടെ പോകുന്നതല്ലേ, ഇന്ന് നമ്മൾ വിസ്മയ പോകുന്നതെന്ന് ഞാനും മാച്ചും ഇവിടുന്ന് പിന്നെ അഴീക്കോട് നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അവിടെ എത്താമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഇനി ഇതാ മാച്ചുവിൻ്റെ പിന്നെ എന്താ പറയുക ചെരുപ്പ് കഴുകലെല്ലാം കഴിയുമ്പോഴൊക്കെ ആദ്യം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വേഗം വന്നോ മാച്ചു, അല്ലെങ്കിൽ പിന്നെ ഒറ്റ റൈഡ് കയറാൻ കഴിയില്ല, അപ്പോഴേക്ക് ടൈം ആവും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നമ്മളിന്ന് പോകുമ്പോൾ അവഞ്ചർ എടുക്കണമെന്നെല്ലാം വിചാരിച്ചത്, പക്ഷേ ഈ ഒരു മഴ പെയ്യുന്ന കണ്ടപ്പോൾ വിചാരിച്ചു മതി അവഞ്ചർ ഏതായാലും എടുക്കണ്ട, ജൂപ്പിറ്റർ തന്നെ എടുത്തിട്ട് പോകാമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 ബാഗ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് പിന്നെ എന്താ പറയുക പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും അതിനൊരു പ്രാവശ്യം പോയപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് ഫുൾ ബാഗെല്ലാം നനഞ്ഞ് മൊബൈലെല്ലാം നനഞ്ഞ് ഒരു വകയായിരുന്നു. അപ്പം പിന്നെ ആദ്യം റിസ്ക് എടുക്കണ്ടല്ലോ. ജൂപ്പിറ്റർ ആകുമ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിക്കിയിൽ വെക്കാൻ പറ്റും, പക്ഷേ അവഞ്ചർ ആകുമ്പോൾ എവിടെയും വെക്കാനൊന്നും സ്ഥലമില്ല, നമ്മൾ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഓക്കെ കഴിഞ്ഞ ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് പറശ്ശിനിക്കടവിലേക്ക്, അവിടെയാണ് വിസ്മയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്താണ്, അഴീക്കോട് നിന്ന് അവർക്ക് ഏകദേശം 15 കിലോമീറ്റർ പോലെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇനി സമയം കളയാണ്ട് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി വേറെ തന്നെ സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ കാറ് ഇവിടെ 1-2 പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും കാർ പാർക്കിങ് കുറച്ച് മുകളിലാണ്, അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി. അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ വഴിയിലെത്തുമ്പോഴേക്ക് അവർ വിളിച്ച് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഏകദേശം എന്താ പറയുക നമ്മൾ മാച്ചു ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്നത് നമ്മളെ യാത്രികൻ്റെ കൂടെയാണ്. അന്നെന്ന് പറയുന്നത് നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഇവിടെ കളിക്കാനും നിന്നിട്ട് ഏകദേശം അല്ലേ ഇല്ല കൊറോണക്ക് തൊട്ട് മുമ്പാണ് ഇവിടെ വന്നത്. പിന്നെ എന്നിട്ട് കുറച്ച് സമയം ഒരു ഉച്ചവരെയെല്ലാം നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി. പിന്നെ കാരണം അന്ന് മാച്ചുവിന് എന്താ എക്സാമെല്ലാം ഉണ്ടായതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ ഷിറു വന്നതിനെ വരാമെന്നാണ് വിചാരിച്ചത്, പിന്നെ വരാനും പറ്റില്ല, കൊറോണ ആയിട്ടെല്ലാം സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ 10:30 മണിക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ആദ്യം തന്നെ പിന്നെ എന്താ പറയുക നമ്മളെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവർ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നതിന് നമ്മളെ ടിക്കറ്റും കൂടി എടുക്കണം. ഹായ്, നേരത്തെ എത്തിയാ യെസ് ഗൈസ്, പറയൂ ഗൈസ്. ഇവിടെ സെൽഫി ഗൈസ്, ഇവിടെ മൊത്തത്തിൽ സെൽഫി എടുക്കലോ അതല്ലേ മതി. അപ്പോൾ എന്തുണ്ട് നിലച്ചെത്തിലാണല്ലേ. പിന്നെ നമ്മൾ ടിക്കറ്റിന് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 500 രൂപയും പിന്നെ അഡൾട്ട്സിന് വരുന്നത് 630 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പണിങ് ഇപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മാത്രമേ ഉള്ളൂ, ശനിയാഴ്ചയും ഞായറാഴ്ചയും പിന്നെ അതുപോലെ തന്നെ ബുധനാഴ്ചയും. ഇവിടുത്തെ തിരക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട്, തീരെ തിരക്കില്ല എന്നൊന്നുമല്ല. പക്ഷെ മുമ്പത്തെ പോലത്തെ അല്ല, മുമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പിന്നെ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് കാലത്ത് 10:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. എന്തെല്ലാം മങ്ങറ്റമ്പേർത്തിനല്ലോ അല്ലേ. മുമ്പ് ഇവിടെ ഒരു തവളയെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അകലും മാറി ഇപ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ലോക്കർ എടുക്കലാണ്. അപ്പോൾ ലോക്കർ എടുത്തിട്ട് നമ്മൾ പിന്നെ ബാഗും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചെരുപ്പുകളും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി പിന്നെ നമുക്ക് ഓടിച്ചാടി നടക്കാം. വമ്പൻ നഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കയറാൻ വന്നിട്ടില്ല, കാരണം വെച്ചാൽ ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ പേടിച്ച്. പക്ഷെ ഈ പ്രാവശ്യം നമ്മളെ ഫെമിയൽ നിർബന്ധിച്ച് ഞാൻ കയറാൻ, പക്ഷെ എന്താ അടിച്ച് പൊളിച്ചല്ലേ. എന്നിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് കയറിയൊരു എക്സ്പീരിയൻസ് എന്നുണ്ട്, അടിപൊളിയല്ലേ. ഒന്നൊന്നര ഫീലോട്ടോ. Yes! Yes! Well done, my boy!
നീ ഓവർകം ചെയ്തിരിക്കുന്നു മറ്റു രണ്ടാളെക്കാൾ. അങ്ങനെ ഏകദേശം 3-4 പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ താഴോട്ട് വന്നിട്ടില്ല. അപ്പൊ താഴോട്ട് ലുട്ടാപ്പി എന്തെങ്കിലും ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സംഭവം എന്നെല്ലാം പറഞ്ഞാ വന്നേ. പക്ഷെ എന്താ സംഭവം, അതിന്റെ റിസൾട്ട് എന്താ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞെല്ലാരും? ആർക്കും പറയാനില്ല. പക്ഷെ ഷർഫു പറട്ടെ. ഒന്നുമില്ല. ഇവിടുന്ന് ഇപ്പൊ പോകുന്ന അവസ്ഥ നല്ല കയറ്റാണ്. ഹോയ് ഹോയ് അങ്ങനെല്ലാം ആക്കിയാ കേറുന്നു. അതിനൊരു പാട്ട് പാടട്ടെ. തള്ള തള്ള് തള്ള തള്ള് തള്ളാസ് വണ്ടി. ജാബ്രാന്ന് ഇതിന്റെ എന്താ പറയാ മൂപ്പൻ തള്ളുന്ന ആള്. എല്ലാ തരത്തിലുള്ള തള്ളലും. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളിൽ കഴിഞ്ഞ് പ്രദേശ സമയം 5:30 മണിയായി. അപ്പോൾ കാലത്ത് 5 മണിന്നാ പറയാം. പക്ഷെ 5 മണിയല്ല, 5:30 മണിയായിരിക്കും ഇവിടെ. അപ്പൊ എല്ലാവരും അടിച്ച് പൊളിച്ച് ടയേർഡായിട്ടല്ല ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി ഡ്രസ്സ് മാറ്റലാണ്. എല്ലാവർക്കും ഇങ്ങനെ ബാഗെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് എല്ലാ പരിപാടിയും കഴിഞ്ഞാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാൻ നിൽക്കാൻ സമയം 6 മണിയായി. 5 മണി വരെ ഞാൻ കാലത്ത് പറഞ്ഞു. പക്ഷെ 5 മണി വരെ അല്ല, ഇവിടെ പിന്നെ കാലത്ത് 5:30 വരെയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറൺ അടിക്കും എല്ലാവരും ഓടി പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇതാ ഇറങ്ങി. ഇനിയിപ്പം പിന്നെ മറ്റൊന്നേലും അടുത്ത പരിപാടി. അങ്ങനെ ഗുയിസ് പോട്ടെ, ടാറ്റാ. ഒരു ടാറ്റയെങ്കിലും പറഞ്ഞൂടെ? ഓക്കെ ടാറ്റാ. മാറ്റി വരുന്നില്ല ഗൈസ്. അങ്ങനെ കാലത്തുള്ളത് ഇറക്കില്ല. ഇതിന് ഷാളെല്ലാം എടുക്കാൻ മറന്നായി. ഞാൻ നമ്മുടെ നാടല്ലേ, ഇവിടെ ആകെ അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒപ്പിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ മാച്ചു, ഒന്നും പറയേണ്ട നല്ല കിടക്കാച്ചായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് വന്ന് കുറച്ചും കൂടി ടൈം വേണമായിരുന്നു അല്ലേ. ആകെ സമയം എന്താ പറയുക 5:30 എന്ന് പറഞ്ഞാൽ വേഗമായിപ്പോയി. ഓരോ റൈഡിലെല്ലാം ഇങ്ങനെ ക്യൂ നിന്നിട്ടാലും പിന്നെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരുപാട് സമയമായിപ്പോയി. അപ്പോൾ നമുക്ക് വിട്ടാലും മച്ചു. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്ക് സമയം എത്രയായെന്ന് അറിയാം, 6:45. വന്നപ്പാടനെ വേഗം പോയിട്ട് ഫ്രഷ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലീച്ചിൻ്റെ എല്ലാം വെള്ളം കൊണ്ട് മുടിയെല്ലാം തൊടാൻ കഴിയുന്നില്ല. അല്ലെങ്കിലേ മുടിയൊന്നും ഇല്ല, പക്ഷേ ബ്ലീച്ച് വെള്ളത്തിൽ കുളിക്കുമ്പോഴേക്കും എന്ന് പറയുന്നത് എല്ലാം പറ്റി പിടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. രാവിലെ ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ തന്നെ, രാവിലെ അല്ല ഉച്ച മുതൽ വെള്ളത്തിൽ തന്നെയല്ലേ. അപ്പം പിന്നെ എന്താ പറയുക വല്ലാത്ത ഇത്. അപ്പോൾ ഫ്രഷായി കഴിഞ്ഞ് വന്ന് ഇപ്പം ഇനി എന്താ പറയുക ഫുഡ് കഴിക്കണം. കുറേ കാലത്തിന് ശേഷം വാട്ടർ തീം പാർക്ക് പോയതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, മേലും കൈ ഒന്നും നോക്കില്ല, അടിച്ച് പൊളിച്ച് അങ്ങ് തീർത്ത്. എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷെ ഞാൻ ഇന്ന് അങ്ങനെ ഒച്ചപ്പാടൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. അല്ല എപ്പോൾ ചുരുവൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒച്ചപ്പാടാക്കിയാലാണ് സൗണ്ട് പോകുന്നതെന്ന്. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ഒച്ചപ്പാടൊന്നും ആക്കിയിട്ടൊന്നുമില്ല. നല്ല കുട്ടിയായിട്ടെല്ലാം തന്നെ ഇരുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്നല്ല എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ വെള്ളത്തിൻ്റെ അടുത്ത് പോയപ്പോൾ നല്ല ശക്തിയായിട്ട് മേലെ ഇത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറിയ ഒരു തുള്ളിയെല്ലാം പിന്നെ എന്താ പറയുക ശ്വസിച്ചുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ആ ഒരു പിന്നെ വെള്ളത്തിൻ്റെ കളി കഴിഞ്ഞതിന് ശേഷമാണ് സൗണ്ട് എനിക്ക് ഡൗൺ ആകാൻ തുടങ്ങിയത്. എന്തൊക്കെ ആവട്ടെ, പിന്നെ ഞാൻ കിട്ടിയ അവസരം അടിച്ചു പൊളിച്ച് തീർക്കുന്നല്ലാണ്ട് അതൊന്നും നോക്കിയിരുന്നതിനാലൊന്നും കാര്യം നടക്കില്ല. അവിടെ നല്ല അടിച്ചു പൊളിച്ച് ആർമാദിച്ച് കുറേ കാലത്തിന് ശേഷം. അപ്പം ആർമാതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് അറിയിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് നമ്മളെ മാട്ടൂൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചിക്കൻ വാങ്ങിക്കാൻ വിചാരിക്കുകയാണ്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ തന്നെ ഫുഡ് ഇവിടെ കൊണ്ടുതരും. പിന്നെ മാജ് പറഞ്ഞാൽ ഏതായാലും ഒന്ന് പുറത്ത് പോയിട്ട് തന്നെ വാങ്ങിക്കാതെ. പുറത്ത് പോയിട്ടൊന്നും മാച്ചൊരു മതിയാനില്ല എന്ന് തോന്നും അല്ലേ മാച്ചു? അത് ഇനി പഠിക്കാനിരിക്കുന്നതിന് മുങ്ങാനുള്ള പരിപാടിയാണോ എന്നൊരു ഡൗട്ടും കൂടി ഉണ്ട് എനിക്ക് അല്ലേ. നാളെ ലീവ് ആയതുകൊണ്ട് പഠിക്കൂല എന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ചിക്കൻ തീരുന്നതാണ്. പക്ഷെ ചിക്കൻ ഉണ്ട്. പിന്നെ അതാണ് ഒരു ദിവസമല്ലേ നമ്മൾ ഇതേപോലെ ലേറ്റ് ആയപ്പോൾ ചിക്കൻ തീർന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചിക്കൻ എടുത്ത് കിച്ചണിലേക്ക് ചിക്കൻ ഇല്ല. അപ്പോൾ പിന്നെ ഇന്ന് ഏതാ ഫ്ലേവർ മാജി സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ചിക്കൻ്റെയാണ്. കാരണം ഉമ്മാമിക്കും മാച്ചുവിനും ആ ഒരു ചിക്കൻ തന്നെയാണ് ഇഷ്ടമായത്. പക്ഷെ ഞാൻ ഇന്ന് ഫ്ലേവർ മാറ്റുന്നത്. ഞാൻ ഇന്ന് പെപ്പർ ചിക്കൻ എടുക്കുന്നത്. പെപ്പറും പിന്നെ അതുപോലെ കാശ്മീരിയും പിന്നെ എന്താ പറയുക ഗ്രീൻ ചിക്കനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചാൽ പെപ്പർ ഒന്ന് ട്രൈ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പെപ്പർ അതുപോലെ മാച്ചു ഗ്രീൻ ചിക്കൻ അപ്പോൾ ഒരു എന്താ പറയുക ഇതിൻ്റെ ടേസ്റ്റും കൂടി അറിയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക ഇന്ന് ഫ്ലേവർ മാറ്റി വെക്കിയത്. എല്ലാവരും ഞാൻ പറയാം കേട്ടോ ഏതാണ് ടേസ്റ്റ് എന്നുള്ളത്. ഗ്രീൻ ചിക്കനാണോ ബെറ്റർ അതോ പെപ്പറാണോ ബെറ്റർ എന്നുള്ളത് വീട്ടിൽ പോയി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് പെപ്പർ ചിക്കനാണ് അല്ലേ. പെപ്പറെല്ലാം ഇട്ട് അന്ന കളറാ ബീട്രൂട്ട്
ബീട്രൂട്ട് വെള്ളം. ഓക്കെ. ഞാൻ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സ് പൈസ ഇല്ലാതെ മനസ്സിലായി. കാരണം ഞാൻ പേഴ്സ് മാറിപ്പോയി എടുത്തത്. അപ്പോൾ പിന്നെ അല്ല, പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ പേ ഇല്ലാണ്ട് കുഴപ്പമില്ല. കാരണം വേഗം ഗൂഗിൾ പേയിൽ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് പൈസ എടുത്ത് വന്നിട്ട് വേണം ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി. ഗായ്സ്, ഇതാണ് ഞാൻ വാങ്ങിയ പെപ്പർ, ഇതാണ് മാച്ച് വാങ്ങിച്ച ഗ്രീൻ. അപ്പോൾ രണ്ടിൽ നിന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഏതാ ബെറ്റർ എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ ചിക്കൻ തന്നെ നോക്കാം. മാച്ചുൻ്റെ ആയിരുന്നു പീസ് മുട്ടിക്കാനായിട്ട് മാച്ചു ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫൗളായി. അതായത് ഗ്രീൻ ചിക്കൻ തന്നെയാണ് സൂപ്പർ. ഫ്രണ്ട്സ്, പെപ്പറൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നല്ല ഒന്നൊന്നര എരിവ്, നല്ല കിട്ടുക്കാച്ച സാധനമാണ്. കുറച്ച് ഡ്രൈ ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ അറിയാം എന്താ നമ്മളെ കാലുവേദനയിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്നല്ലേ, അപ്പോൾ നല്ല കാലുവേദനയിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.